പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ആഴ്ച, അതായത് ഇന്ന് മുതൽ ആരംഭിക്കുന്നു സാമ്പത്തിക പുരോഗതി. 22/8/2024 ജീവിതത്തിൽ ഏറ്റവും സൗഭാഗ്യം നിറഞ്ഞ ഒരു ദിവസമായിട്ട് മാറുകയാണ് കുറച്ച് നക്ഷത്ര ജാതകർക്ക്. ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ വീഡിയോയിലൂടെ പങ്കുവെക്കും മുമ്പ് പ്രിയ പ്രേക്ഷകരെ, നിങ്ങളെ എപ്പോഴും ഓർമ്മിപ്പിക്കാറുള്ളൊരു കാര്യം ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുന്നതിനും വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനും കൂടി ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് നോക്കാം. ഭരണി നക്ഷത്ര ജാതകരെക്കുറിച്ച് തന്നെയാണ് ആദ്യം പറയേണ്ടത്. ഇവർക്ക് സാമ്പത്തിക പുരോഗതിക്ക് തുടക്കം കുറിക്കുന്നൊരു ദിവസമാണ് ഇന്ന്. തൊഴിൽ രംഗം മെച്ചപ്പെടുകയും അവിടെയുള്ള കലഹങ്ങൾ അവസാനിക്കുകയും ഐക്യത്തോടു കൂടി മുന്നോട്ട് പോകാനും സാധിക്കുന്നൊരു ദിവസമാണ് ഇന്നു മുതൽ ആരംഭിക്കുന്നത്. ഇവർ വലിയൊരാഗ്രഹം മനസ്സിൽ കണ്ടുകൊണ്ട് നടത്തുന്ന പ്രാർത്ഥനകൾക്ക് ഫലം കാണും. തൊഴിൽ രംഗത്ത് സ്ഥലം മാറ്റമോ സ്ഥാനക്കയറ്റമോ ലഭിക്കാൻ സാധ്യതയുള്ള ദിവസമാണ് ഇന്ന് വരുന്നത്. പല പ്രകാരേണ ധനാഗമങ്ങൾ ഉണ്ടാകും, കാര്യസാധ്യങ്ങളും ഉണ്ടാകും. ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ കുറഞ്ഞു തുടങ്ങും, കലഹ സ്വഭാവവും കുറയും. പ്രായോഗിക ബുദ്ധി പ്രകടമാക്കുന്നതിലൂടെ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കും. അപമാനം ഏൽക്കേണ്ട സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കും. ബന്ധുക്കളുടെ സഹായം ലഭിക്കാനുള്ള യോഗം കാണുന്നുണ്ട്. പാപപ്രവൃത്തികൾ ചെയ്യേണ്ടതായിട്ട് വരും. വ്യായാധിക്യം മൂലം മനസ്വസ്ഥത കിട്ടുകയില്ല. പുതിയ അറിവുകൾ ലഭിക്കാൻ ശ്രമിച്ചാൽ സാഹചര്യം അനുകൂലമാകും. സ്വജനങ്ങൾക്ക് പ്രാധാന്യം ലഭിക്കും. നടുവേദന, ഒടിവ്, ചതവ് ഇവ പ്രത്യേകം ശ്രദ്ധിക്കണം. ദോഷനിവാരണത്തിന് ശിവന് ധാര കഴിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി മകയിരം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. മകയിരം നക്ഷത്ര ജാതകർക്ക് ഇന്നു മുതൽ ചിലവുകൾ വളരെ കുറവായിരിക്കും. മനസ്വസ്ഥതയും കുറയും. തൊഴിൽ രംഗം മെച്ചപ്പെടുന്നതിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. തൊഴിലിൽ നിന്നുള്ള വരുമാനം വർദ്ധിക്കും. കാര്യസാധ്യങ്ങളും ഉണ്ടാകും. ചില വിശേഷ ഭാഗ്യ അനുഭവങ്ങൾക്കും ഇടയുണ്ട്. ഭൂമിയിൽ നിന്നുള്ള വരുമാനം വർദ്ധിക്കും. ദാമ്പത്യ സുഖം ഉണ്ടാകും. കമിതാക്കളുടെ വിവാഹം നടക്കും. നല്ല കർമ്മങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കേണ്ടതായിട്ട് വരും. ധനകാര്യ പ്രവർത്തനങ്ങൾ കൂടുതൽ ഭംഗിയായിട്ട് നടത്താൻ സാധിക്കും. പൊതുവെ സുഖ അനുഭവങ്ങൾ ഉണ്ടാകും. നെഞ്ചിനകത്തുണ്ടാകുന്ന അസുഖങ്ങൾ ശ്രദ്ധിക്കണം. നിർബന്ധ ബുദ്ധി പ്രകടമാക്കും. ക്രൂര ചിന്തകൾ മനസ്സിൽ ഉദിക്കും. ജലമാർഗങ്ങൾ വഴിയുള്ള യാത്രകൾ ശ്രദ്ധിക്കണം. വലിയ ദുഃഖ അനുഭവങ്ങൾക്ക് ഇടയുണ്ട്. ബന്ധുജന സഹായം ഉണ്ടാകും. ദോഷനിവാരണത്തിന് ശിവന് മൃത്യുഞ്ജയ മന്ത്ര പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. ഇനി പുണർദം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. തർക്ക വിഷയങ്ങളിൽ വിജയസാധ്യതകൾ ഇന്നേ ദിവസം ഇവർക്കൊപ്പം തന്നെയാണ്. സന്താന ഉൽപാദനത്തിനുള്ള ചികിത്സകൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങി സന്താനം ലഭിക്കുന്നതിൻ്റെ ആദ്യ ചലനങ്ങൾ ഇന്നത്തെ ദിവസം ഇവർക്ക് അറിയാൻ സാധിക്കും. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ വലിയ താല്പര്യം എടുത്ത് പ്രവർത്തിക്കുന്നവർക്ക് സാഹചര്യം അനുകൂലമാണ്. പാപകർമ്മങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. പുതിയ സംരംഭങ്ങൾ വിജയിക്കും. മറ്റുള്ളവരെക്കുറിച്ച് അപവാദം പറയാതിരിക്കാൻ ശ്രദ്ധിക്കുക. ബന്ധുജനങ്ങൾ വിരോധത്തിലാകാൻ ഉള്ള പ്രവണത കൂടുതലാണ്, അതൊഴിവാക്കാൻ ശ്രദ്ധിക്കണം. അലങ്കാര വസ്തുക്കൾ ആഗ്രഹങ്ങൾക്കൊത്തു വാങ്ങാൻ സാധിക്കും. അഭീഷ്ടകാര്യസിദ്ധി ഉണ്ടാകും. ലോട്ടറി ഭാഗ്യത്തിലൂടെ കുറച്ച് സാമ്പത്തിക പുരോഗതി ഇന്നേ ദിവസം കൈവരിക്കാൻ സാധിക്കും. വ്രണങ്ങൾ, പ്രമേഹബന്ധിയായിട്ടുള്ള മറ്റസുഖങ്ങൾ, സന്ധിവേദന ഇവ ശ്രദ്ധിക്കണം.
പലവിധ ആപത്തുകളും ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകും. ചില സുഖ അനുഭവങ്ങളും ഉണ്ടാകും. ധനകാര്യ പ്രവർത്തനങ്ങൾക്കുള്ള മുടക്കം നീങ്ങിവരും. ഉപാസനകൾക്കുള്ള തടസ്സം നീങ്ങിവരും. നാൽക്കാലികൾക്ക് അസുഖങ്ങൾ ഉണ്ടാകും. ദോഷനിവാരണത്തിന് ഗണപതി ഹോമം കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി പൂയം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ബന്ധുജനങ്ങളുടെ സഹകരണം മൂലം സന്തോഷ അനുഭവങ്ങൾ കൂടുതലാകും. വിവാഹ ആലോചനകൾ ഉറപ്പിക്കാൻ സാധിക്കും. കുടുംബത്തിൽ സ്ത്രീകളെ കൊണ്ട് ചില നേട്ടങ്ങൾ ഉണ്ടാകും. ഗവൺമെൻറ്റുമായിട്ടുള്ള കാര്യസാധ്യങ്ങൾ പ്രതീക്ഷിക്കാം. പണം തിരികെ തരാനുള്ളവരുമായിട്ടുള്ള കലഹങ്ങൾ വലുതാകാതെ ശ്രദ്ധിക്കണം. നേതൃഗുണം ലഭിക്കും. അധികാരസ്ഥാനങ്ങളിൽ എത്താനുള്ള സാധ്യതകളുണ്ട്. അച്ഛനുമായോ പിതൃതുല്യവരുമായ മറ്റുള്ളവരുമായോ കലഹങ്ങൾ ഒഴിവായി വരും. ക്ഷമ കൂടുതലായിട്ട് അനുഭവപ്പെടും. ദാനശീലം ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ശൂരത പ്രകടിപ്പിക്കാതിരിക്കുക. പലവിധ രോഗാരിഷ്ഠിതകൾ, പ്രത്യേകിച്ച് ത്വക്കുബന്ധിയായവയ്ക്ക് സാധ്യതകൾ കൂടുതലാണ്. ഭാഗ്യ അനുഭവങ്ങൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങിവരും. സഹായികളുമായിട്ട് വേർപിരിയാതിരിക്കാൻ ശ്രദ്ധിക്കുക. ദോഷനിവാരണത്തിന് ശാസ്താവിന് നീരാജനം കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഈ നക്ഷത്ര ജാതകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ദിവസങ്ങളാണ്. ഇനി ഉത്രം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. സാമ്പത്തിക പുരോഗതി കൂടുതലായിട്ട് ഇന്നു മുതൽ ലഭിച്ചു തുടങ്ങുകയും നല്ല അറിവുകൾ നേടാൻ ശ്രമിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുകയും ചെയ്യും. മറ്റുള്ളവരെക്കുറിച്ച് നിന്ദ്യമായി സംസാരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാര്യങ്ങൾ ഇന്നു മുതൽ മെച്ചപ്പെട്ടു തുടങ്ങും. നേത്രരോഗം, ഉദരവ്യാധി ഇവ ശ്രദ്ധിക്കണം. കലഹഭയം മനസ്സിൽ നിന്ന് ഒഴിവാകും. ശത്രുപീഡകൾ കുറയും. ഭൂമിയുടെ കച്ചവടത്തിൽ ലാഭം നേടാനാകും. ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും. ചില ഭാഗ്യ അനുഭവങ്ങൾക്ക് ഇടയുണ്ട്. തൊഴിൽ രംഗം പ്രതീക്ഷിക്കുന്നതിലും മെച്ചപ്പെടും. ചില അപ്രതീക്ഷിത ധനനേട്ടങ്ങൾക്കിടയുണ്ട്. പ്രണയങ്ങൾ സഫലമാകും. പുതിയ ഗൃഹനിർമ്മാണത്തിന് തുടക്കം കുറിക്കാൻ അനുകൂല സമയമാണ്. നാൽക്കാലി വളർത്തൽ മെച്ചപ്പെടും. അഗ്നിബാധ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. ദോഷനിവാരണത്തിന് ഭഗവതി ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ചിത്തിര നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. സന്തോഷ അനുഭവങ്ങൾ കൂടുതലായിട്ട് വരും. മക്കളുടെ ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ സാധിക്കും. അപ്രതീക്ഷിതമായിട്ടുള്ള ചില ഭാഗ്യ അനുഭവങ്ങൾക്കിടയുണ്ട്. വിദേശത്തുള്ള ബന്ധുക്കളിൽ നിന്ന് ചില സഹായങ്ങൾ ലഭിക്കും. കാര്യസാധ്യങ്ങൾ കൂടുതലായിട്ട് അനുഭവപ്പെടും. സ്ഥാനമാനങ്ങളും സ്ഥാനക്കയറ്റവും ലഭിക്കാൻ ഇടയുണ്ട്. കാൽനട യാത്ര കൂടുതലായിട്ട് വേണ്ടിവരും. ബന്ധുജനങ്ങൾക്ക് സൗഖ്യം ലഭിച്ചു തുടങ്ങും. ദന്തരോഗം ഉള്ളവർക്ക് പല്ലെടുക്കുകയോ ശസ്ത്രക്രിയകൾ നടത്തുകയോ ചെയ്യേണ്ടതായിട്ട് വരും. വ്യായാധിക്യം മൂലമുള്ള ബുദ്ധിമുട്ട് മാറിക്കിട്ടും. ത്വക്കുരോഗം പ്രത്യേകം ശ്രദ്ധിക്കണം. വിദ്യാഭ്യാസത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും അത് നിഷ്പ്രയാസം തരണം ചെയ്യാനാകും. തൊഴിൽ രംഗം മെച്ചപ്പെടും. മരാമത്ത് പണികൾക്ക് ചിലവുകൾ കൂടുതലാകും. മംഗളകാര്യങ്ങൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങിവരും. ജന്തുക്കളുടെ ഉപദ്രവം കുറഞ്ഞു തുടങ്ങും. ഇവർ ദോഷനിവാരണത്തിന് സർപ്പ ആരാധനാ കേന്ദ്രത്തിൽ മഞ്ഞൾ പൊടി ചാർത്തി സർപ്പസൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. ഇനി വിശാഖം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. സ്വജനങ്ങളുടെ നേതൃത്വം ലഭിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ബന്ധുജനങ്ങളോട് സ്നേഹബന്ധം കൂടുതലാകും. സജ്ജനങ്ങളുമായിട്ട് കൂടുതൽ ബന്ധപ്പെടാൻ അവസരങ്ങൾ ലഭിക്കും. നല്ല കർമ്മങ്ങൾ ചെയ്യാൻ ഒട്ടനവധി അവസരങ്ങൾ ഉണ്ടാകും. മനസ്വസ്ഥത വർദ്ധിക്കും. മക്കളെ കൊണ്ട് സമാധാനപരമായൊരു അന്തരീക്ഷമായിരിക്കും ഇനി ഭവനത്തിൽ ഉണ്ടാകുക. മക്കൾക്കും സന്തോഷപരമായ അനുഭവങ്ങൾ ഉണ്ടാകും. പുതിയ വീടിനായിട്ട് ശ്രമം തുടങ്ങാം. കാര്യസാധ്യങ്ങൾ ഉണ്ടാകും. ധനലാഭങ്ങളും പ്രതീക്ഷിക്കാം. കുടുംബജനങ്ങൾക്കും ബന്ധുജനങ്ങൾക്കും അഭിവൃദ്ധി ഉണ്ടാകും. ഉദരവ്യാധി, പനി, ചുമ ഇവ ശ്രദ്ധിക്കണം. രക്തസമ്മർദ്ദത്തിൻ്റെ അനിശ്ചിതാവസ്ഥയും ഒന്ന് സൂക്ഷിക്കണം.
ദുർജനങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾക്ക് കോട്ടം തട്ടാതിരിക്കാൻ ശ്രദ്ധിക്കുക. വിവാഹ ആലോചനകൾ സഫലമാകും. പണം വായ്പ കൊടുത്താൽ തിരികെ കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും. ഇവർ ദോഷനിവാരണത്തിന് ഭഗവതി ക്ഷേത്രത്തിൽ ദ്വാദശാക്ഷരി മന്ത്രപുഷ്പാഞ്ജലി കഴിപ്പിച്ചു പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക.